അർജുനെ നീ വലിയ മലമറിക്കുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നീ നല്ലതാടാ അർജുനെ, നീ അടിപൊളിയാടാ അർജുനെ, നീ ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി. ജാസ്മിൻ ഇപ്പൊ ലൈവിൽ ഇരുന്നിട്ട് അർജുനെ സൂചിപ്പിക്കുന്നതാണ് ഈ കേട്ടത്. അർജുൻ ഇത് കേട്ടത് മുഖത്തൊരു ചിരിയൊക്കെ വിടരുന്നുണ്ട് എവിടെ നിന്നില്ലാതെ. ഇത് നമ്മൾ ഇന്നലെ വിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അർജുനെ കുളം തോണ്ടുക എന്നുള്ളതാണ് ജാസ്മിന്റെ ഇപ്പോഴത്തെ ഗെയിം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വശത്താക്കാൻ നോക്കുന്നത്. കൂടെ നിർത്തി പണി കൊടുക്കുക അല്ലെങ്കിൽ പുറത്താക്കുക, അതാണ് പ്ലാൻ. അതൊക്കെ പോട്ടെ, ജാസ്മിന്റെ ഗെയിമാണ്, അതിനെ നമ്മൾ വിലയിരുത്തുന്നില്ല. ജാസ്മിന്റെ ഗെയിമിനെ വിലയിരുത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു വെച്ച കേസാണ്. പക്ഷെ ജാസ്മിൻ ഈ കാണിച്ച പ്രവൃത്തി കണ്ടോണ്ടിരുന്നവരെല്ലാരും അയ്യേ എന്ന് ഉറക്കെ പറഞ്ഞൊരു സംഭവമായിരിക്കും ഇത്. അയ്യേ, എന്തൊരു വൃത്തികേടാണ് ഈ കാണിച്ചത്. അങ്ങനെ തോന്നിപ്പോകുന്ന പോലത്തെ ഒരു സാധനം ജാസ്മിൻ കാണിച്ചു. ജാസ്മിൻ അർജുനെ സൂചിപ്പിച്ച പോലെ അർജുനൻ തിരിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണ്, നീ കരയുമ്പോ ഒക്കെ ആളുകളും കൂടെ കരയുന്നൊക്കെ പറഞ്ഞെന്തോ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ വായിൽ നിന്നും തുപ്പല് കൈകൊണ്ടെടുത്തിട്ട് അർജുന്റെ മുഖത്ത് തേച്ച് വെക്കുന്നുണ്ട്. അർജുൻ അൺകംഫർട്ടബിൾ ആയിട്ട് അല്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടല്ല ഇത് എടുത്തു പറയുന്നത്. അർജുൻ സ്പിറ്റ് കോൺഷ്യസ് ആയിരിക്കത്തില്ല, പക്ഷെ ഇത് കാണുന്നവര് സ്പിറ്റ് കോൺഷ്യസ് ആയിരിക്കും. അത് മാത്രമല്ല, എന്തൊരു തറ പരിപാടിയാണിത്. വായിന്ന് തുപ്പലെടുത്തിട്ട് വല്ലോന്റെ മുഖത്ത് തേച്ച് വെക്കുന്നു. ജാസ്മിന് കരയാൻ തുപ്പല് വേണ്ടി വരുമായിരിക്കും, അതുകൊണ്ടാണ് അർജുനെ കളിയാക്കാൻ ഇങ്ങനെ ഒരു വൃത്തികെട്ട പ്രവൃത്തി ജാസ്മിൻ ചെയ്തത്. വെറും കൂതറ പരിപാടിയായി പോയി. ജാസ്മിൻ ആരെ വേണേലും സൂചിപ്പിക്കാം, പക്ഷെ ഈ രീതിയിൽ ഒരു തറ പരിപാടി കാണിച്ച് കാണുന്നവരെ വെറുപ്പിക്കരുത്. അയ്യേ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അയ്യേ.